ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഫൈക്കസ് പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ. അപ്പം അടിപൊളി ഒരു പ്ലാന്റാണിത്. ഇത് ത്രികോണാകൃതിയിൽ പച്ചയും വെള്ളയും ലീഫായിട്ടുള്ള ഒരു വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റ് ഇല്ലെങ്കിൽ ഒന്ന് വെക്കണം കേട്ടോ. അത് നമുക്ക് പോട്ടിലും വെക്കാം. ഇത് നമുക്ക് ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ഒരു മരമായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഷോ ചെയ്യുന്ന, വലിയ കീടങ്ങളെ ആക്രമണമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഒന്ന് വാങ്ങി വെച്ചോളൂ കേട്ടോ. വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ മണ്ണിലാണ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകുന്ന മരം പോലെ ആവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പം പിന്നെ നമ്മളിത് പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ നമ്മളിത് നന്നായി വളരുന്ന അനുസരിച്ച് പോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം കേട്ടോ. വലിയ പോട്ട് എന്നുള്ള രീതിയിൽ ആദ്യം ഞാൻ ചെറിയൊരു പോട്ടിലാണ് വെച്ചിരുന്നത്. ഇപ്പം ഞാൻ കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റി. ഇപ്പം അത്യാവശ്യം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഞാൻ ഗേറ്റിൻ്റെ സൈഡിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മറ്റു വീഡിയോയിൽ, അപ്പോൾ അവിടേക്ക് ഇങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12 അടിയുടെ മുകളിലൊക്കെ പോകാറുണ്ട് ഈ പ്ലാന്റ് പൊതുവെ. അപ്പം നല്ലൊരു പ്ലാന്റാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇത് നമ്മൾ നടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റമ്മ് കട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ ഒരു മീഡിയം കട്ടിങ്സ്, എല്ലാ കട്ടിങ്സും പിടിക്കുന്നുണ്ട്, എന്നാലും ഒരു മീഡിയം കട്ടിങ്സ് ആണ് പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടാറുള്ളത്. ഒരുപാട് വണ്ണം കൂടിയതോ വണ്ണം കുറഞ്ഞതോ എടുക്കാതിരിക്കുക കേട്ടോ. അപ്പം നല്ലൊരു പ്ലാന്റാണിത്. പിന്നെ ഇതിന് വലിയ രീതിയിൽ കീടങ്ങൾ ആക്രമണമൊന്നും ഒട്ടും ഉണ്ടാവാത്ത നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇനി അഥവാ എന്തെങ്കിലും ചെറിയ സ്പൈഡർ പോലത്തെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് നീം ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. നീം ഓയിൽ ഒരു സ്പൂണിന് ഒരു 10 തുള്ളി ഡിഷ് വാഷ്, പിന്നെ 1 ലിറ്റർ വെള്ളം എന്നിട്ട് മിക്സ് ചെയ്ത് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാ ലീഫ് പ്ലാന്റ്സിനും നമുക്ക് നീം ഓയിൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ. അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എടുക്കുന്നത് എപ്പോഴും മണ്ണും മണലൂടി മിക്സ് ചെയ്യും. പിന്നെ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കും. ചകിരിച്ചോറ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ ഒഴിഞ്ഞു പോകാൻ നല്ല ഹെൽപ്പാണ് കേട്ടോ. ഡ്രൈനേജ് ഹോളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക അങ്ങനെയൊന്നും പ്രശ്നം വരില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കൊക്കോപ്പീറ്റ് ഇടാറുണ്ട് കേട്ടോ പ്ലാന്റ്സിന്. അപ്പം പിന്നെ നിങ്ങൾ എപ്പോഴും ചട്ടിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം വാർന്നു പോയിട്ടില്ലെങ്കിൽ ചീഞ്ഞു പോയിട്ട് ചെടി നശിച്ചു പോകും കേട്ടോ. അത് എപ്പോഴും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ഒരു മെയിനായിട്ടൊരു കാര്യം. പിന്നെ മീഡിയം കമ്പ് വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വാട്ടറിങ്ങിൻ്റെ കാര്യമൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, വെള്ളം വാർന്നു പോകുന്നൊക്കെ. പിന്നെ ഇതിന് പൊതുവെ ഇല ചുരുളുന്ന അസുഖമൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ. ഈ ഫൈക്കസ് പ്ലാന്റ് അങ്ങനെ ഇല ചുരുളുന്ന പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗിസൈഡ് എല്ലാ മാസവും ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് നല്ലതൊക്കെയാണ്. ഓരോ വർഷം കൂടുമ്പോൾ ഒക്കെ വളം ചെയ്താൽ അങ്ങനെ എപ്പോഴും വളം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു നല്ല ഭംഗിയിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഷേപ്പ് അടിപൊളിയാണ്, കാണുമ്പോൾ തന്നെ ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ കണ്ണിനൊരു പ്രത്യേക കുളിർമയൊക്കെയാണ്. പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടിയാലും അങ്ങനെ തളർന്നു പോകുന്നൊരു പ്ലാന്റ് ഒന്നും കേട്ടോ. സ്റ്റമ്മൊക്കെ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നിടത്തൊക്കെ നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് ഓഫീസിന് മുന്നിലൊക്കെ വെച്ചാലും നല്ലൊരു എലിഗൻ ലുക്കാണ് കേട്ടോ ഈ പ്ലാന്റിന്. പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 1, 2, 3 ദിവസം കൂടുമ്പോൾ നനച്ചാലും മതി. അങ്ങനെ അധികം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ് ഇത്. പിന്നെ ഈ പ്ലാന്റ് നല്ല രീതിയിൽ എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആയിട്ട് പറയപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ വായു ശുദ്ധീകരിക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പോട്ടിംഗ് മിക്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എല്ലുപൊടിയൊന്നും വേണമെന്നൊന്നുമില്ല, മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ എടുത്താലും മതി. പിന്നെ ഡ്രൈനേജ് ഹോള് പോട്ടുകളിൽ കൃത്യമായി ഒന്ന് ചെക്ക് ചെയ്യുക, അത് മാത്രമാണ് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ വെരിഗേറ്റഡ് ഇല ദൂരന്നേ നല്ല രീതിയിൽ ഷോ ചെയ്യും. അപ്പം അത് ഏകദേശം ഒരേ സൈസിലാണ് ഇലകൾ വരിക, ഇങ്ങനെ പടർന്ന് ഇങ്ങനെ നിൽക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രസം തോന്നും എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെക്കണം. ഒരു 100 രൂപയൊക്കെ ഉള്ളൂ ചെറിയൊരു പ്ലാന്റിന് വാങ്ങിക്കുമ്പോൾ, നമുക്ക് അത്ര പൈസ ആവുന്നുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഒരുപാട് വേഗത്തിൽ വളരുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. കുറച്ച് മിതമായ ഒരു വളർച്ചയും കാര്യങ്ങളും ഒക്കെയാണ്. നിറയെ ശാഖകൾ ഇങ്ങനെ വരും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ വെളിച്ചത്തിൻ്റെ കാര്യം, സൂര്യപ്രകാശം അങ്ങനെ ബ്രൈറ്റ് ലൈറ്റോ ഇൻഡയറക്റ്റ് ലൈറ്റോ ഒന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നന്നായി വളരുന്ന നല്ലൊരു
പ്ലാന്റ് ആണ്. ലിക്വിഡ് ഫെർട്ടിലൈസർ എപ്പോഴും നമ്മുടെ പ്ലാന്റ്സിന് നല്ലതാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഒരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെങ്കിൽ എഗ്ഷെല്ലിട്ട വെള്ളവും പഴത്തൊലിയുടെ വെള്ളവും പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളമൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി പുറത്തുനിന്ന് വാങ്ങിച്ച് വളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് NPK എപ്സം സാൾട്ടൊക്കെ ലീഫ് പ്ലാന്റ്സിന് വളരെ നല്ലതാണ്, ഇലകളുടെ തിളക്കത്തിന്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് വളം കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഒരു വളം കൊടുത്തിട്ടില്ല, നമ്മൾ ചുമ്മാ ഓരോ വർഷം ഒരു 6 മാസം കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനങ്ങനെ പുറത്തത്തെ ഒരു വളവും ഈ പ്ലാന്റിന് കൊടുക്കുന്നില്ല, ചാണകപ്പൊടി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് തന്നെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ഉണ്ട്. ഈ ആകർഷണീയത എന്ന് പറയുന്നത് ഇതിൻ്റെ വെരിഗേറ്റഡ് ഇലകൾ തന്നെയാണ് കേട്ടോ. പിന്നെ കുറഞ്ഞ പരിപാലന ആവശ്യമുള്ളൂ, വായു ശുദ്ധീകരിക്കുന്നുണ്ട്, ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. മഴക്കാലത്ത് ഇതിൻ്റെ വളർച്ച കുറച്ച് മന്ദഗതിയിലാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മഴക്കാലത്ത് മാത്രം ഇലകളൊന്ന് മഞ്ഞ കളറാവാറുണ്ട്. പിന്നെ ഈർപ്പത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും, ഈർപ്പം കൂടുതലായിരിക്കുമല്ലോ ആ സമയത്ത്. ഞാൻ വേറെ ഒരു പോട്ടിലേക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെള്ളം കൂടിപ്പോയിട്ടാണെന്ന് തോന്നുന്നു, അതിങ്ങനെ വേരിങ്ങനെ പെട്ടെന്ന് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളമൊന്നും അങ്ങനെ ഒരുപാട് നിങ്ങൾ നട്ടിട്ട് ഉടനെ തന്നെ അധികമൊന്നും കൊടുക്കാതിരിക്കുക കേട്ടോ. നല്ലൊരു അലങ്കാര ചെടിയാണ്. നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ ചെറിയൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല എലിഗൻ ലുക്ക് നമ്മളെ ഓഫീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണിത്. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ടുള്ള വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാണാൻ നല്ല എലിഗൻ ലുക്കുള്ള, ഒരുപാട് ഹൈറ്റിൽ പോകുന്ന, വലിയ കീടങ്ങളുടെ ആക്രമണം ഒന്നുമില്ലാത്ത, സൺലൈറ്റ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത, ഡയറക്റ്റ് സൺലൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് അങ്ങനെയൊന്നും ഇല്ലാതെ എവിടെയും നടാൻ പറ്റിയ, അധികം വെള്ളം ആവശ്യമില്ലാത്ത നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ വീടിന് തന്നെ വേറെ ഒരു ലുക്കിലേക്ക് കൊടുക്കുന്ന, നമ്മൾ സ്റ്റെപ്പിൽ കയറി വരുന്നിടത്തൊക്കെ വെക്കുകയാണെങ്കിൽ എലിഗൻ ലുക്ക് തന്നെ കൊടുക്കുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണിത്. ഇന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമാണ്. ഈ പുണ്യദിനത്തിൽ ആകാശത്തോളം സന്തോഷവും സമുദ്രത്തോളം സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതം സുഖവും സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ. നല്ല ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും ഐക്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. ഈ ജീവിതത്തിലെ നിങ്ങളെല്ലാ മോഹങ്ങളും സഫലമാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഹാർട്ട് ഷേപ്പിൽ പോലെ തോന്നുന്ന നല്ലൊരു വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള എലിഗൻ ലുക്കുള്ള ഒരു ലീഫ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ ഒന്ന് വാങ്ങി വെക്കുക കേട്ടോ. നല്ല കെയറിങ് അത്ര വേണ്ടാത്ത, അധികം വെള്ളം വേണ്ടാത്ത നല്ലൊരു പ്ലാന്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.